بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله تعالى قال. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂല് പറയുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ വാക്കുകൾ. മറ്റുള്ള ഹദീസ് വഹിയാണ്. ഖുർആനും ഹദീസ് രണ്ടും വഹിയാണ്. റസൂല് ദീനിൻ്റെ വിഷയത്തിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞോ അതൊക്കെ വഹിയാണ്, ഒന്നും റസൂലിന് ഇഷ്ടപ്രകാരമല്ല. പക്ഷെ ഖുർആനും ഹദീസും തമ്മിലുള്ള വ്യത്യാസം, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്, ഹദീസ് റസൂലിന് വഹിയായി ലഭിച്ചു, അതിൻ്റെ വാക്കുകൾ റസൂലിൻ്റെ വകയാണ്, റസൂലിൻ്റെ വാക്കുകളാണ്. പക്ഷെ ഖുദ്സിയായ ഹദീസ് അതിൻ്റെ വാക്കുകൾ അള്ളാഹുവിൻ്റെ തന്നെയാണ്. അതങ്ങനെ റസൂൽ ഉദ്ധരിച്ചു തരികയാണ്, റസൂൽ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഇത് ഖുദ്സിയായ ഹദീസാണ്. ഇന്നല്ലാഹ തആല ഖാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആരാണോ എൻ്റെ വലിയനോട്, എൻ്റെ അടുപ്പക്കാരോട് ആരാണോ ശത്രുത വെക്കുന്നത്, ദേഷ്യം കാണിക്കുന്നത്, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കും. അല്ലാഹുവിൻ്റെ വാക്കാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരാളോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി. ഞാൻ അവർക്ക്, അടിമകൾക്ക് ഫർലാക്കിയ കാര്യം കൊണ്ടാണ്, ആ ഫർലാക്കിയ കാര്യങ്ങൾ ചെയ്തിട്ട് അടിമകൾ എന്നിലേക്ക് അടുക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫർലായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എൻ്റെ അടിമകൾ സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് എന്നിലേക്ക് അടുക്കും, അങ്ങനെ ഞാൻ അവർ ഇഷ്ടപ്പെടും. ഫഇദാ അഹ്ബബ്തുഹു, എൻ്റെ അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ, കുന്തു സമഅഹു അല്ലദി യസ്മഉ ബിഹി വബസറഹു അല്ലദി യുബ്സിറു ബിഹി വയദഹു അല്ലതി യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതി യംശി ബിഹാ. 4 കാര്യങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. ഞാനൊരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവൻ്റെ കാഴ്ച ഞാനാകും, അവൻ്റെ കേൾവി ഞാനാകും, അവൻ്റെ കൈ ഞാനാകും, അവൻ്റെ കാല് ഞാനാകും. അതിൻ്റെ ഉദ്ദേശം, ഞാൻ ഹലാലാക്കിയത് മാത്രമേ അവൻ കേൾക്കൂ, ഞാൻ ഹറാമാക്കിയത് അവൻ കേൾക്കൂല. ഞാൻ ഹലാലാക്കിയത് മാത്രമേ, അനുവദിച്ചത് മാത്രമേ അവൻ കാണൂ, ഹറാമാക്കിയത്, നിഷിദ്ധമാക്കിയത് അവൻ കാണൂല. അതുപോലെ തന്നെ ഞാൻ ഹലാലാക്കിയ കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യൂ, നിഷിദ്ധമാക്കിയതൊന്നും അവൻ ചെയ്യൂല. അതാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് അല്ലാഹു പറയാൻ, വല ഇൻ സഅലനി ലഉഅതിയന്നഹു, ആ അടിമ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ലഉഅതിയന്നഹു, ഞാൻ അവന് നൽകും. ഒരു അടിമക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സ്ഥാനമാണ് അള്ളാഹുവായിട്ട് അടുക്കുക, വേറാരും വേണ്ട. ദുനിയാവ് എന്ത് ഇതുണ്ടെങ്കിലും ഒരടിമ അള്ളാഹുവായിട്ട് എടുത്താൽ അവൻ എന്താണ് ചോദിക്കുന്നത്, ലഉഅതിയന്നഹു, ഞാൻ അവന് നൽകും. അള്ളാഹിൻ്റെ വാക്കാണ്, അള്ളാഹു കൊടുക്കും. വല ഇൻ ഇസ്തആദനി ലഉഈദന്നഹു, അവൻ എന്നോട് കാവൽ തേടിയാൽ ഞാൻ അവൻ അഭയം കൊടുക്കും, ഞാൻ കാവൽ കൊടുക്കും, എന്ത് കാര്യത്തിനും. അപ്പം അള്ളാഹു അടിമക്ക് മതിയായവനാണ്, ഒരു നല്ല അടിമക്ക്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസ്, ഇതും ഖുദ്സിയായ ഹദീസാണ്. عن أنس رضي الله عنه عن النبي صلى الله عليه وسلم فيما يرويه عن ربه عز وجل. ഇതും ഖുദ്സിയായ ഹദീസാണ്. ഖുദ്സിയായ ഹദീസും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം, രണ്ടൊന്നാൻ്റെ കലാമാണ്. ഖുർആൻ ഓതിയ കൂലിയുണ്ട്, ഓരോ ഹർഫിന് 10 കൂലി വെച്ചിട്ട് കിട്ടും. പക്ഷെ ഈ ഹദീസ് വായിക്കുന്നതിന് എന്തില്ല, ആ കൂലിയില്ല. ഖുർആനിൽ അതേപോലെ കൂലിയില്ല. പക്ഷെ തഅല്ലുമുൽ ഇൽം, ഹദീസ് പഠിക്കുക, ദീൻ പഠിക്കുക എന്ന രീതിയിലുള്ള കൂലിയാണ്. അതുകൊണ്ട് ഓരോ അക്ഷരത്തിനും എന്തില്ല, ആ പ്രതിഫലം പറയപ്പെട്ടിട്ട്. അതാണ് ഖുദ്സിയായ ഹദീസും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം. ആ ഹദീസ് പറയാണ്, ഇദാ തഖറബൽ അബ്ദു ഇലയ്യ, എന്നിലേക്ക് എൻ്റെ അടിമ അടുത്താൽ, ഷിബ്റൻ, ഒരടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ, തഖറബ്തു ഇലൈഹി ദിറാഅ, ഞാൻ അവനിലേക്ക് ഒരു മുഴം എടുക്കും. വഇദാ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു മിൻഹു ബാഅ,
ഒരു മുഴം എൻ്റെ അടിമ എന്നിലേക്ക് അടുത്താൽ ഞാൻ 2 മുഴം ഒരു കൈ അകലത്തിലാണ് അവനിലേക്ക് അടുക്കും. വഇദാ അതാനി മാഷിയൻ അതൈതുഹു ഹർവല, അവൻ നടന്നിട്ടാണ് എൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞാൻ ഓടി അവനിലേക്ക് ചെല്ലും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹദീസാണ്, അള്ളാഹു പറഞ്ഞ വാക്കാണ്. അഥവാ അടിമ അങ്ങോട്ട് അടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അള്ളാഹു ഇതിലേക്ക് അടുക്കും. അള്ളാഹു അത് ആഗ്രഹിക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിലേക്ക് അടിമകൾ തിരിയാൻ, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് ആവശ്യപ്പെടാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ, ചെറുതും വലുതുമായ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞ് അത് ചോദിച്ച് വാങ്ങുന്ന രീതിയിലാണ് അള്ളാഹുവിന് ഇഷ്ടം. അടിമകളോ അധികം ചോദിച്ചാൽ ദേഷ്യം പിടിക്കും. അള്ളാഹു അധികം ചോദിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡിലും നാം അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്നിലേക്ക് വാ, ഞാൻ അങ്ങോട്ട് വരാം, എന്നാണ് വാക്കാണ്. അതുകൊണ്ട് അള്ളാഹുലേക്ക് തിരിയുക, ദീനിന് വേണ്ടി പരിശ്രമിക്കുക, അള്ളാഹുലേക്ക് അടുക്കുക. ദുനിയാവും ആഖിറും എല്ലാം അള്ളാഹു തരും. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഇതാണ് ഈ 2 ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അടിമ അള്ളാഹുവിലേക്ക് അടുക്കുക, അവൻ അള്ളാഹു മതിയായവനാണ്, വേറൊന്നും ഒരു പ്രശ്നമില്ല. ആരെതിർത്താലും ആരാക്കിയ ഒന്നും അടിമക്ക് ഒരു പ്രശ്നമില്ല. കാരണം അള്ളാഹു അവന് മതിയായവനാണ്. ഇതാണ് ഈ ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.